അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ളവരെ, നമ്മളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നല്ല ഒരു മരണമാണ്. ഖൈറായ സ്ഥലത്ത് വെച്ച് മരണപ്പെടാനും ഖൈറായ സമയങ്ങളിൽ മരണപ്പെടാനും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എപ്പോൾ മരിച്ചാലും പരിശുദ്ധമാക്കപ്പെട്ട കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ഓരോ മനുഷ്യനും എപ്പോഴും അവന് മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങൾ നമ്മളിൽ നിന്നും കടന്നു പോകുമ്പോഴും നാം മരണത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള ആ ബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ളവർ, ഒരു വ്യാഴാഴ്ച ദിവസം എത്തുമ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന അന്നത്തെ ആ ദിവസങ്ങളിൽ പതിവാക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദുആക്കളുടെയും ഇടയിൽ പതിവാക്കേണ്ട ഒരു പ്രത്യേകമാക്കപ്പെട്ട ദുആ, തീർച്ചയായിട്ടും ഈ ദുആ പരമാവധി നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ആ ദുആ ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാൻ സ്വീകരിച്ചാൽ ഒരുപക്ഷേ അള്ളാഹു നമുക്ക് നല്ല മരണങ്ങൾ തന്നേക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലോകത്ത് എങ്ങനെ വേണമെങ്കിലും മനുഷ്യന്മാർക്ക് ജീവിക്കാം. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവെ, ആഖിബത്ത് നീ മെച്ചമാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ ആഖിബത്ത് നീ മെച്ചമാക്കി തരണേ അല്ലാ എന്നാണ് എപ്പോഴും ഓരോരുത്തരും ദുആ ചെയ്യുന്നതും ചെയ്യേണ്ടതും. എപ്പോഴും ചെയ്യുക. കാരണം ഇവിടുത്തെ ജീവിതം, ഈ ദുന്യവ്യ ജീവിതം, ഒരു മനുഷ്യൻ ഒരുപക്ഷേ ആദ്യ കുറച്ചു കാലം വേറെ രീതിയിലായിരിക്കാം, പിന്നത്തെ കുറച്ചു കാലം വേറെ രീതിയിലായിരിക്കും. അത് റബ്ബിൻ്റെ കയ്യിലാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ആരെയും നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ട, കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു മനുഷ്യനെ നോക്കിയിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പം നല്ലവരോട് ജീവിക്കുന്നവരായിരിക്കും അവസാനം മരണപ്പെടുമ്പോൾ അള്ളാഹു കാക്കുമാറാകട്ടെ. അതിലൊന്നും ഞാൻ പോകുന്നില്ല ഇൻഷാ അല്ലാ. അപ്പോൾ ആരെയും നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറ്റപ്പെടുത്തേണ്ട, ആരെയും നോക്കിയിട്ട് വിലയിരുത്തണ്ട. എല്ലാം ഓരോരുത്തരുടെ ആക്കിബത്ത് എങ്ങനെ ആയിരിക്കുക എന്ന് അവൻ്റെ കയ്യിലാണ്. അള്ളാഹു നമ്മുടെ ആക്കിബത്തുൽ അള്ളാഹു മെച്ചമാക്കി തരട്ടെ. നമ്മുടെ ആക്കിബത്തുൽ അള്ളാഹു എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണമടയുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട കലിമ ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ചെയ്യേണ്ടുന്ന ദുആ ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ചെയ്യേണ്ടുന്ന ദുആ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആ ദുആ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ആവർത്തിച്ച് പറയുക, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുകളിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ആ ദുആ ഏതാണെന്ന് നോക്കിയാലോ. ഈ കാണുന്ന ദുആ ജീവിതത്തിൽ എപ്പോഴും പതിവാക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുകളിൽ ഈ ദുആ പതിവാക്കിക്കൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ വഅമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅ ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മേൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, ഈമാനോടൊപ്പവും തൗബയോടൊപ്പവും ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. വഅമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅ, ഞങ്ങളെ നീ ജുമുഅയുടെ രാത്രിയിൽ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. വഫീ നഹാരിഹാ, അല്ലെങ്കിൽ അതിൻ്റെ പകലിൽ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. യാ റബ്ബൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവേ. അപ്പോൾ ഈ ദുആ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനും സുന്നത്തിൻ്റെയും ഞങ്ങളെ ജീവിപ്പിക്കുകയും ഈമാനോടൊപ്പവും തൗബയോടൊപ്പവും ഞങ്ങളെ നീ മരിപ്പിക്കുകയും വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ അതിൻ്റെ പകലോ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണേ അല്ലാ എന്നുള്ള ഈ ദുആ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കിക്കൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുകളിൽ ഇൻഷാ അല്ലാഹ് ഈ ദുആ പതിവാക്കുക. നല്ല മരണം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഈ ലോകത്തുണ്ടാവില്ല. നല്ല മരണം അല്ലാഹു സച്ചരിതരായ സ്വാലിഹീങ്ങളെയും സ്വാലിഹാത്തുകളൊക്കെ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ അവൻ്റെ ഇഷ്ടദാസിൽ അല്ലാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ദുആ ചെയ്യാൻ റെഡി. പരമാവധി കാണാപാഠം പഠിക്കുക, പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.